അതെ അതെ, വളരെ മോശപ്പെട്ട രീതിയിലാണ് പോലീസ് അവിടെ കൈകാര്യം ചെയ്തത്. കാരണം ഈ റോഡ് അപകടം തടയാൻ ഉള്ള ഉത്തരവാദിത്തം പോലീസിനുണ്ട്. അമിത വേഗത്തിൽ മദ്യപിച്ചു വന്ന ഒരു ഡ്രൈവറെ തടയാനോ അയാളെ കസ്റ്റഡിയിൽ എടുക്കാനോ അന്ന് പോലീസിന് സാധിച്ചില്ല. രണ്ടുപേരുടെ മരണം, അതായത് ഒരു ഭർത്താവ് വാഹനം ഇടിച്ച് കിടക്കുമ്പോഴും അദ്ദേഹം റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്, വണ്ടി പിന്നോട്ടെടുക്കല്ലേ, എന്റെ ഭാര്യ അവിടെ കിടക്കുന്നു, മറിഞ്ഞുകൊണ്ട് കിടപ്പുണ്ട്, എടുക്കല്ലേ എന്ന് പറഞ്ഞ് വണ്ടിമേ തട്ടി അയാള് ഡ്രൈവറെ അലേർട്ട് ചെയ്തിട്ട് പോലും ആ ഡ്രൈവർ റിവേഴ്സ് ചെയ്ത് മനഃപൂർവ്വം ആ സ്ത്രീയുടെ തലയിലൂടെ വണ്ടി കയറ്റി ഇറക്കി അവരെ കൊന്നതാണ്. അപ്പൊ ഇത് മർഡറാണ്, കൊലപാതകമാണ്. ആ രീതിയിൽ ഗൗരവമായിട്ടൊരു കേസ് എടുക്കാൻ പോലീസിന് സാധിച്ചിട്ടില്ല. തുടക്കത്തിൽ ഒരു അപകടം ഉണ്ടായി, ആ രീതിയിൽ കേസെടുത്തു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇതിന്റെ ഗൗരവം മാറി. 4-ാം തീയതി അപകടം ഉണ്ടായി, 7-ാം തീയതി ആ ലേഡി മരിച്ചു, പിന്നെ ഭർത്താവും മരിച്ചു കഴിഞ്ഞിട്ട് അത് നിസ്സഹായ അവസ്ഥയിലുള്ള ഒരു കുടുംബമാണ്. 2 പിഞ്ചു കുഞ്ഞുങ്ങളും ഭാര്യയും ഭർത്താവും. ഈ മുഖ്യപ്രതിയെ പോലീസിന്റെ മുന്നിൽ നാട്ടുകാരാണ് കൊണ്ടുകൊടുത്തത്, എന്നിട്ട് പോലും അയാൾക്ക് ജാമ്യം നൽകി വിട്ടയച്ചു. അല്ല, അത് ആദ്യത്തെ സംഭവം. തുടക്കത്തിൽ എന്താ സംഭവിച്ചാൽ നമുക്ക് അപകടം ഉണ്ടായില്ലല്ലോ, മരണം ഉണ്ടായില്ലല്ലോ. ജസ്റ്റ് ഒരു അപകടം, റോഡ് അപകടത്തിന്റെ ബേസിസിലാണ് സ്വന്തം ജാമ്യത്തിൽ, സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചത്. അവിടെ നമുക്ക് പോലീസിനെ കുറ്റം പറയാൻ പറ്റത്തില്ല. പക്ഷെ കുറ്റം പറയേണ്ടത് ഈ അപകടങ്ങൾ തടയാൻ പോലീസിന് സാധിച്ചില്ല. അതും മദ്യപിച്ച് ഓവർ സ്പീഡിൽ വന്ന ഒരു വാഹനത്തെ തടയാൻ പോലീസിന് സാധിച്ചില്ല. 2, ഈ കൂട്ടുപ്രതികൾ ഓടി രക്ഷപ്പെട്ടു. അപ്പോ അതൊരു രണ്ടാമത്തെ കുറ്റം. മൂന്നാമത്തെ കുറ്റം എന്ന് പറഞ്ഞാൽ ഡ്രൈവറെ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോയില്ല. അയാൾ മദ്യപിച്ചിട്ടുണ്ടോ, മയക്കുമരുന്ന് കഴിച്ചിട്ടുണ്ടോ എന്നൊക്കെ ആദ്യത്തെ മെഡിക്കലിന് കൊണ്ടുപോയിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. ആൾക്കാർ ഇത്രത്തോളം ഇളകി. ഈ കിളിമാനൂർ സംഭവം എന്ന് വെച്ചാൽ പോലീസിന് മുഖത്തേറ്റ ഒരു ചെറിയ പരിക്ക് തന്നെയാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. പ്രതിഷേധിക്കുന്നവരെ കേസിൽപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ എന്ത് സ്വാതന്ത്ര്യമാണ് ജനങ്ങൾക്കുള്ളത്? പോലീസിന്റെ വീഴ്ച മറയ്ക്കാൻ വേണ്ടി അവർ ഒരുപാട് ഉരുണ്ടുകളികൾ ചെയ്തിട്ടുണ്ട്. അത് മുഴുവൻ പൊതുജനങ്ങളുടെ ദേഹത്തേക്ക് എടുക്കുമ്പോഴാണ് പോലീസിന്റെ പ്രധാനപ്പെട്ട ജോലിയിൽ നിന്ന് അവര് ചെയ്തില്ല. പ്രതി ഓടിപ്പോയി, പിന്നെ പ്രതിയെ പിടിക്കാൻ ശ്രമിച്ചിട്ടില്ല. വലിയ ഒരു കൃത്യ വിലോപം ഉണ്ടായിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഇത് മേ ബി ഉന്നത തലത്തിലുള്ള കാര്യം. അതിനകത്തൊരു പോലീസുകാരൻ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാവുന്നുണ്ട്, ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ ഉണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ഉന്നത തലത്തിൽ നിന്നുള്ള ഇൻഫ്ലുവൻസ് വന്ന് അങ്ങനെ ഈ കേസ് തേച്ചു മാറ്റി കളയാനും ഈ പ്രതിഷേധിക്കുന്ന പൊതുജനങ്ങളോട് അവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തൊക്കെ തന്നെ വലിയൊരു പ്രകോപനം അവിടെ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. പോലീസ് അങ്ങനെ അല്ല ചെയ്യേണ്ടത്. ഈ എതിർകക്ഷികളെ എന്ന് പറയുന്നത് ജനങ്ങളാണ്. ജനങ്ങൾ പ്രതിയെ പിടിച്ചു കൊടുത്താൽ പോലും അവർ നടപടി എടുക്കില്ല എന്ന് പറയുന്നത് പോലീസിന്റെ ഒരു വലിയ വീഴ്ചയാണ്. അങ്ങനെ ഒരിടത്തും നടക്കാൻ പാടില്ല. അതിദാരുണമായ റോഡ് അപകടമാണ്. കാര്യം ആ വാഹനത്തിന്റെ സ്പീഡ്, ആ വാഹനത്തിന്റെ ടയർ നിങ്ങളൊന്ന് പരിശോധിക്കുക. ലോറിയുടെ ടയറാണ് ആ വണ്ടിയുമേ ഇട്ടേക്കുന്നത്. അത് ബ്രേക്ക് ചെയ്താൽ നിൽക്കില്ല, സ്കിഡ് ചെയ്ത് പോയി ഇടിച്ചേക്കാണ് കർവില്. അപ്പൊ അമിത വേഗത്തിൽ വന്ന ഒരു വാഹനത്തെ തടയാൻ പോലീസിന് സാധിച്ചില്ല. അത് ആക്സിഡന്റ് ഉണ്ടായി തന്നെ പ്രതിയെ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോയില്ല. ഇതൊക്കെയാണ് തുടക്കത്തിലെ വീഴ്ച. പിന്നെ മരണമുണ്ടായി. ആദ്യം തന്നെ ലേഡിയുടെ പുറത്തൂടെ വണ്ടി കയറ്റി കൊന്നു കഴിഞ്ഞപ്പോഴേക്കും കേസിന്റെ സ്വഭാവം മാറി. അത് മർഡറാണ്, വണ്ടി കയറ്റി കൊന്നതാണ് മനഃപൂർവ്വം. കാര്യം അത് ആ ലേഡിയുടെ ഭർത്താവ് കരഞ്ഞു പറയുന്നുണ്ട്, റിവേഴ്സ് ചെയ്യല്ലേ, എന്റെ ഭാര്യ അവിടെ കിടക്കുകയാണെന്ന്. അപ്പൊ അത് കണക്കാക്കാതെ മദ്യത്തിന്റെ ലഹരിയില് അയാളെല്ലാം മറന്നിട്ട് ആ പാവം സ്ത്രീയുടെ തലയിലൂടെ വണ്ടി കയറ്റിയാണ് ആ സ്ത്രീയുടെ തല പൊട്ടിയാണ് അവർ മരിച്ചത്. അപ്പൊ മർഡർ കേസാണിത്. ആ രീതിയിൽ കേസ് ചാർജ് ചെയ്തില്ല, പ്രതിയെ അറസ്റ്റ് ചെയ്തില്ല, പ്രതിഷേധിച്ചവർക്കെതിരെ കേസെടുത്തു. ഇതൊക്കെ തന്നെ വലിയ മോശപ്പെട്ട സംഭവമായി പോയി. കേരള പോലീസിന് നാണക്കേടുണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഈ കിളിമാനൂർ സംഭവം. തീർച്ചയായും ഇതിൽ 3 പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇപ്പോൾ സസ്പെൻഷൻ നടപടി എടുത്തിട്ടുണ്ട്. പക്ഷേ ഈ നടപടിയിലൊന്നും ഒതുങ്ങുന്നതല്ല. കാരണം സാധാരണക്കാർക്ക് പോലും ഇത്തരത്തിലൊരു കംപ്ലൈൻറ്റ് പോലും പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്യാൻ അറയ്ക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. കാരണം പോലീസുകാർ തന്നെ ഈ പ്രതികൾക്ക് കൂട്ടുനിൽക്കുമ്പോൾ എങ്ങനെയാണ് അതിലൊരു വിശ്വാസ്യത സാധാരണ ജനങ്ങൾക്കുണ്ടാകുക? സാധാരണ റോഡ് അപകടങ്ങൾ ഇങ്ങനെ പെരുകുമ്പോൾ, അതിൽ കുറേയധികം മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇതൊക്കെ തുടർക്കഥയാവുകയാണ്.
അതെ അതെ, കാര്യം ഇത് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ച മറയ്ക്കാൻ വേണ്ടിയാണ് മറ്റൊരു കേസ് പൊതുജനങ്ങൾ പ്രതിഷേധിച്ചവർക്കെതിരെ കേസ് ഉണ്ടാക്കുന്നത്. അത് കാര്യം പൊതുപ്രവർത്തകരുണ്ട്, പഞ്ചായത്ത് മെമ്പർമാരുണ്ട് അതിനകത്ത് കേസിൽ പ്രതികളായിട്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ല. കാര്യം ഇത് ജനങ്ങളെ കയ്യിലെടുക്കണം. ജനങ്ങൾക്ക് വേണ്ടിയാണ് പോലീസ് വർക്ക് ചെയ്യുന്നതെന്നും പോലീസ് ജനങ്ങളുടെ സഹായവും സഹകരണവും അഭ്യർത്ഥിച്ച് വേണം ചെയ്യാൻ. കാര്യം അവരുടെ ടാക്സ് കൊണ്ടാണല്ലോ ഇവർക്ക് ശമ്പളവും പെൻഷനും ഒക്കെ കിട്ടുന്നത്. അപ്പോൾ ഒരു ഉത്തരവാദിത്വം ജനങ്ങളോട് കടപ്പാട് പോലീസിന് ഉണ്ടാകണം. പക്ഷെ ചില സ്റ്റേഷനിലെ പോലീസുകാര് റോഡ് അപകടങ്ങൾ എന്ന് വെച്ചാൽ അവർക്ക് കണ്ടമാനം വരുമാനം കിട്ടുന്ന ഒരു വിഷയമാണ്. പിന്നെ അസോസിയേഷനും മറ്റുമൊക്കെ തന്നെ സഹായിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കും എന്ന് ഞാൻ സംശയിക്കുന്നുണ്ട്. കാര്യം ഇത്രയും ചീത്തപ്പേരുണ്ടാക്കിയ പോലീസിന് ചീത്തപ്പേരുണ്ടാക്കിയ ഒരു സംഭവത്തില് ഇതുവരെ കടുത്ത നടപടിയിലേക്കൊന്നും പോയില്ല എങ്കിൽ, പ്രതിയെ പിടിച്ചില്ല എങ്കിൽ അതിന്റെ അർത്ഥം എവിടെയോ ഒരു വലിയ വീഴ്ച പോലീസ് സംഭവിച്ചിട്ടുണ്ട്. അത് ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. ഒരു സംശയം കൂടെ ചോദിക്കുകയാണ്. ഇപ്പോൾ ഈ വാഹനത്തിന് വീണ്ടും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അത് അന്വേഷണത്തിന് എങ്ങനെയാണ് ബാധിക്കുക? അല്ല, വാഹനത്തിന് ആരോ തീ പിടിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. വാഹനം പൂർണ്ണമായിട്ടും അവിടെ തന്നെ ഉണ്ടല്ലോ. അത് ഇതുമായിട്ട് കേസുമായിട്ട് വലിയ ബന്ധമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. ഇതിനകത്ത് ഏറ്റവും വലിയ കുറ്റം ചെയ്തതെന്ന് വെച്ചാൽ ജീവനോടെ കിടക്കുന്ന ഒരു പരിക്കേറ്റ് കിടക്കുന്ന സ്ത്രീയുടെ തലയിലൂടെ വണ്ടി കയറ്റി ഇറക്കിയതാണ് ഇതിനകത്ത് പ്രമാദമായ ഏറ്റവും വലിയ കുറ്റം. കാര്യം ആ ഹസ്ബൻഡ് കരയുന്നുണ്ട്, കയറ്റല്ലേ, വണ്ടി പിന്നോട്ട് പോകല്ലേ, എന്റെ ഭാര്യ ഇവിടെ കിടക്കുന്നുണ്ട്. കാര്യം മദ്യപിച്ച് വണ്ടി ഓടിക്കുന്ന ഒരാളിന് ഇതൊന്നും കാണാനോ കേൾക്കാനോ ഒന്നും താല്പര്യം കാണില്ല. അവൻ ആ ആക്സിഡന്റ് സൈറ്റിൽ നിന്ന് രക്ഷപ്പെടുക മാത്രമാണ്. അവൻ പാനിക്കായി പോയി, മുന്നോട്ട് പോയി പിന്നോട്ട് പോയി. അവിടെ എല്ലാം ജനങ്ങൾ വളയുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോ പിന്നെ അവിടെ കീഴടങ്ങുക ചെയ്തത്. അപ്പൊ അതാണ് പോലീസിനെ കുറിച്ച് വാനോളം പറയുന്ന സർക്കാരും അതുപോലെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥരും നിലനിൽക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടാകുന്നത്. കാരണം അത്രത്തോളം ദൂരം അയാൾ മദ്യപിച്ച് വാഹനം ഓടിച്ചത് തന്നെ വലിയ തെറ്റ്. ഈ AI സംവിധാനം പോലുള്ളതൊക്കെ വെറും നോക്കുകുത്തിയാണെന്ന് നമുക്ക് ഇതിലൂടെ തെളിയുകയാണ്. അതെ, വളരെ ദുഃഖത്തോടെയാണ് ഇത് പറയുന്നത്. കാര്യം പോലീസ് പരമാവധി ശ്രമിക്കുന്നുണ്ട്. എല്ലാ സ്റ്റേഷനിലും പോലീസുകാര് പെട്രോളിംഗ് ചെയ്തിട്ട് റോഡ് അപകടങ്ങൾ ഗണ്യമായിട്ട് കുറയ്ക്കാൻ ദിനവും രാത്രിയും വർക്ക് ചെയ്യുമ്പോഴാണ് ഈ കിളിമാനൂർ സ്റ്റേഷനിൽ മാത്രം MC റോഡിൽ എന്നും അപകടങ്ങൾ നടക്കുന്നുണ്ട്, മരണങ്ങൾ നടക്കുന്നുണ്ട്. അത് തടയാനുള്ള ഒരു ശക്തമായ ഇടപെടൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് വേണം. DIG വേണം, അതേമാതിരി IG വേണം, DGP തന്നെ നേരിട്ട് സർക്കുലർ ഇറക്കണം. ഈ കേസ് ഇനി ആവർത്തിക്കാതിരിക്കാൻ ശക്തമായ നടപടികൾക്ക് ഒരു സ്ട്രാറ്റജി പോലീസ് മേധാവി തന്നെ ഉണ്ടാക്കണം. കാര്യം ഇത് ജനങ്ങളെ വണ്ടിയിടിച്ച് കൊല്ലുകയും പ്രതിഷേധിക്കുന്നവരെ കേസിൽപ്പെടുത്തുകയും ചെയ്യുന്നത് തെറ്റായ ഒരു രീതിയാണ്. അത് ഒരിക്കലും നമുക്ക് സഹിക്കാൻ പറ്റുന്നതല്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.